ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2017 മോഡൽ BMW 5 സീരീസ് ആണ്. അപ്പോൾ ഈ വാഹനം എങ്ങനെയാണ് വഴിയിലായി കഴിഞ്ഞാൽ, പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ വാഹനം വഴിയിലാവാം. അപ്പോൾ വഴിയിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് വാഹനം മാനുവലായിട്ട് ന്യൂട്രലാക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വാഹനം ഞാനിപ്പോൾ ന്യൂട്രലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വാഹനം സ്റ്റാർട്ടിങ്ങിലൊന്നല്ല ഉള്ളത്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഗിയർ ലിവറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രൽ എന്നുള്ള ഒരു ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനത് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഷിഫ്റ്റ് ആക്കാൻ സാധിക്കത്തില്ല, കാരണം ഞാനിത് മാനുവലായിട്ട് ന്യൂട്രലാക്കി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് മാനുവലായിട്ട് ന്യൂട്രൽ ആക്കുന്നത്, അതേമാതിരി തന്നെ അത് എവിടെ നിന്നാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി തന്നെ ഈ വാഹനം ഞാൻ പറഞ്ഞു ഫുള്ള് ഫ്ലഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് ബോക്സും അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ B48 എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ അടിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ചാൻസ് കൂടുന്നതും സ്റ്റാർട്ടറൊക്കെ ഡാമേജ് ആവാനും സാധ്യത ഈ വാഹനത്തിൻ്റെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഓയിൽ ഡ്രെയിനിട്ട് ചോർത്തുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളമാണ് കാണാൻ സാധിക്കുന്നത്, കാരണം അത്രത്തോളം ഫ്ലഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, കംപ്ലീറ്റ് വെള്ളമാണ് കാണുന്നത്. അതേമാതിരി തന്നെ ഇതിൽ എയർ ഫിൽറ്റർ വഴി തന്നെയാണ് ഇതിൻ്റെ അകത്ത് എൻജിനിൽ വെള്ളം കയറിയിരിക്കുന്നത്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഗിയർ ന്യൂട്രലാക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ അടിവശത്ത് തന്നെയാണ്. ഈ വാഹനത്തിൽ മറ്റ് ജർമ്മൻ വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു ന്യൂട്രലാക്കേണ്ട ഒരു പോർഷൻ വാഹനത്തിൻ്റെ അകത്ത് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇതേമാതിരി നമ്മളൊരു ടൈ ക്ലിപ്പ് മുഖാന്തരം നമ്മൾ ഇതേമാതിരി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 8 HP ഗിയർ ബോക്സാണ് വന്നിരിക്കുന്നത്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ എന്താ ഞാൻ പറയുക, ഈ വാഹനത്തിൻ്റെ ഗിയർ ഓയിൽ നമ്മളെല്ലാം ഗിയർ ഓയിലും ചെക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഡ്രെയിൻ നട്ട് വരുന്നത് ഈ താഴെ സമ്പിലും, അതേമാതിരി തന്നെ ഇതിൻ്റെ ഫില്ലർ നട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ഓയിൽ ലൈഫ് ടൈം ഓയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഓയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അതേമാതിരി തന്നെ ഇത് ന്യൂട്രലാക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ അണ്ടർ കവർ ഊരി കഴിഞ്ഞാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ റോഡിലൊക്കെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ, റോഡിലാണ് ഈ വാഹനം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി റിസ്ക്കൊക്കെയാണ് ഈ പറയുന്ന പരിപാടിയൊക്കെ ചെയ്യാൻ. എന്നാൽ പലരും ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ അത് അതേമാതിരി തന്നെ ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചെയ്യാറുണ്ട്, ഇതിൻ്റെ ആക്സിലിൻ്റെ വരുന്ന ഒരു നട്ട്, ഈ ആക്സിലിൻ്റെ വെളിയിൽ വീലിൻ്റെ അകത്തായിട്ട് വരുന്ന ഒരു നട്ടുണ്ട്, ആ നട്ട് ഊരിക്കളഞ്ഞിട്ടും ന്യൂട്രലാക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി പിടിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. Thank you for watching. Please subscribe my channel.